രാഷ്ട്രീയ കേരളം വിധി എഴുതാൻ ഇനി 11 നാൾ മാത്രം ബാക്കി നിൽക്കെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ദേശീയ നേതാക്കൾ, താര നേതാക്കളടക്കം കേരളത്തിലേക്ക് എത്തുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ആവേശം മറ്റൊരു തലത്തിലേക്ക് കൂടി കടക്കുകയാണ്. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശമേകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ പാലക്കാട് എത്തുന്നു. ഉച്ചയ്ക്ക് 2:30 കോട്ടമൈതാനത്ത് നടക്കുന്ന NDA തിരഞ്ഞെടുപ്പ് സമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 4 മണിക്ക് തൃശ്ശൂരിലേക്ക് പോകും. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലിൻ്റെ റോഡ് ഷോയിലടക്കം പങ്കെടുക്കും. ഹരീഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഹരീഷ്, തങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയാകുമെന്ന തുടക്കം മുതൽ തന്നെ, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ, അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ കൃത്യമായി BJP NDA പറയുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷകൾക്ക്, ആ ഒരു സ്വപ്നങ്ങൾക്ക്, ഇന്ത്യയുടെ സ്വപ്നങ്ങൾക്ക് ആക്കം കൂട്ടാൻ അല്ലെങ്കിൽ സഫലീകരിക്കാൻ പ്രധാനമന്ത്രി അടക്കം അവരുടെ ഏറ്റവും വലിയ താരപ്രചാരകനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം അടക്കം ഇപ്പോൾ എത്തുമ്പോൾ കളം നിറഞ്ഞിരിക്കുന്നു. ഇതിനോടകം തന്നെ മുന്നണികളെല്ലാം, NDA സ്ഥാനാർത്ഥികളെല്ലാം. ഇത് അവർക്ക് എത്രത്തോളം ആവേശകരമായി മാറും? പാലക്കാടും തൃശ്ശൂരും എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ പരിപാടികൾ? ഈ NDA സംബന്ധിച്ച ഏറ്റവും നിർണായകമായ 2 മണ്ഡലങ്ങളാണ് പാലക്കാടും തൃശ്ശൂരും. അതുകൊണ്ട് തന്നെ ആ 2 മണ്ഡലങ്ങളും എങ്ങനെയും പിടിച്ചെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം NDA സംബന്ധിച്ചുണ്ട്. 2 ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് പാലക്കാടാണെങ്കിലും തൃശ്ശൂരിലാണെങ്കിലും NDA നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പാലക്കാട് നമുക്കറിയാം ശോഭാ സുരേന്ദ്രനാണെങ്കിൽ, തൃശ്ശൂർ പത്മജ വേണുഗോപാൽ. അങ്ങനെ 2 സ്ത്രീ പ്രാതിനിധ്യം, വളരെ ശക്തരായ 2 സ്ത്രീ പ്രാതിനിധ്യങ്ങളാണ് സ്ഥാനാർത്ഥികളായ NDA ഈ ഒരു 2 മണ്ഡലങ്ങളും നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നേരിട്ട് വലിയ പ്രതീക്ഷയാണ് ഈ 2 സ്ഥലങ്ങളിലും BJPയും NDAയും മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം പ്രധാനമന്ത്രി പാലക്കാടാണ് എത്തുന്നത്. പാലക്കാട് കോട്ടമൈതാനത്ത് 2:30 ഉച്ചയ്ക്ക് ഈ ഒരു റോഡ് ഷോയിൽ പങ്കെടുക്കും. ശോഭാ സുരേന്ദ്രന്റെ റോഡ് ഷോയിൽ പങ്കെടുക്കും. അവിടെയുള്ള എല്ലാ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ BJP നേതാക്കളും ഈ ഒരു റോഡ് ഷോയിൽ പങ്കാളികളാവും. സ്ഥാനാർത്ഥികളുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും അവരുമായി സംസാരിക്കുകയും ചെയ്യും പ്രധാനമന്ത്രി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുള്ള എല്ലാ സജ്ജീകരണവും പാലക്കാട് ഒരുങ്ങിയിട്ടുണ്ട്. അതിനുശേഷം വൈകിട്ട് 4 മണിയോടുകൂടി തന്നെ തൃശ്ശൂരിലും കൃത്യമായി റോഡ് ഷോ നടക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്വരാജ് റൗണ്ടിലാണ്. ഈ ഒരു റൗണ്ടിൽ, തൃശ്ശൂരിൽ ഈ റൗണ്ടിലാണ് വൈകിട്ട് ഇന്ന് റോഡ് ഷോ നടക്കാൻ പോകുന്നത്. നമുക്ക് കാണാം 2 വശങ്ങളിലും ബാരിക്കേഡ് വെച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. കൃത്യമായ സുരക്ഷാ ക്രമീകരണം. SPG ടീമാണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരാണെങ്കിലും കഴിഞ്ഞ 2 ദിവസമായി ഈ ഒരു തൃശ്ശൂർ റൗണ്ടിന്റെ സുരക്ഷകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഈ 2 വശങ്ങളിലും ഇപ്പോൾ ബാരിക്കേഡ് വെച്ച കൃത്യമായി നിയന്ത്രണം ഉണ്ടാവുക. ഈ ബാരിക്കേഡിന് അപ്പുറത്തായിരിക്കും പൊതുജനങ്ങൾക്ക് വന്ന് ഈ ഒരു റോഡ് ഷോ കാണാനുള്ള അവസരം ഉണ്ടാവുക. അതിനപ്പുറത്തേക്ക് പൊതുജനങ്ങളെ ആണെങ്കിൽ പോലും കടത്തിവിടില്ല. മാത്രമല്ല കർശനമായ നിർദ്ദേശം പോലീസിനും അതുപോലെ തന്നെ SPGക്കും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. കൃത്യമായ ഗതാഗത നിയന്ത്രണമാണ് ഇന്ന് 11 മണി മുതൽ ഈ ഒരു തൃശ്ശൂർ റൗണ്ട് ഉണ്ടാവുക. 11 മണി മുതൽ ഒരു വാഹനത്തെയും ഇങ്ങോട്ടൊക്കെ കയറ്റിവിടില്ല. 6:30 വരെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അവസാനിക്കുന്നത് വരെ ആ ഒരു നിയന്ത്രണങ്ങൾ കൃത്യമായി തന്നെ തുടരും. മാത്രമല്ല ഈ പ്രദേശങ്ങളിലൊന്നും 11 മണി മുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ അനുവദിക്കില്ല. പോലീസിന്റെ എല്ലാം സുരക്ഷ ഈ രാവിലെ മുതൽ തന്നെ ഈ ഒരു പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വടക്കുംനാഥ ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസ് മുതൽ പോലീസിന്റെ ഒരു സുരക്ഷ ഉണ്ട്. മാത്രമല്ല ഈ പ്രസ് ക്ലബ്ബ് റോഡ്, അതുപോലെ തന്നെ നായ്ക്കനാല്, ഷൊർണൂർ റോഡിലൂടെ മാത്രമേ പൊതുജനങ്ങൾക്ക് റൗണ്ടിലേക്ക് പ്രവേശിക്കാനുള്ള വഴി ഉണ്ടാവുകയുള്ളൂ. മറ്റ് സ്ഥലങ്ങളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അത് ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ബാരിക്കേഡ്, അതിന് നടുക്ക് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് പ്രധാനമന്ത്രിയെ കാണാനും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കാണാനും പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാനും ഒക്കെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു പാത കർശനമായ നിർദ്ദേശങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. നിയന്ത്രണ സുരക്ഷാ സംവിധാനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ടപ്പോൾ പാലക്കാട് കോട്ടമൈതാനത്ത് ജില്ലയിലെ 12 NDA സ്ഥാനാർത്ഥികൾ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം, അതുപോലെ തൃശ്ശൂരിലെത്തുമ്പോൾ പത്മജ വേണുഗോപാലിന്റെ റോഡ് ഷോയിലടക്കം തൃശ്ശൂരിലെ സ്ഥാനാർത്ഥികളും പങ്കെടുക്കുന്നു. എത്രത്തോളം ആവേശം നൽകും സ്ഥാനാർത്ഥികൾക്ക്, മുന്നണികൾക്ക് ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണം, ഈ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണം? സ്വപ്ന, തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, NDA സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് ഈ ഒരു തൃശ്ശൂർ അതുപോലെ പാലക്കാട് എന്ന് പറഞ്ഞ 2 മണ്ഡലങ്ങൾ. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആളുകൾ പങ്കെടുപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം ആളുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ജില്ലാ നേതൃത്വമാണെങ്കിലും സംസ്ഥാന നേതൃത്വമാണെങ്കിലും ദേശീയ നേതൃത്വമാണെങ്കിലും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇന്നത്തെ റോഡ് ഷോയിൽ, പ്രത്യേകിച്ചും തൃശ്ശൂർ ഈ റോഡ് ഷോയിൽ 1.5 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുമെന്നുള്ളതാണ് ജില്ലാ നേതൃത്വം പറഞ്ഞത്. അതിൽ സംസ്ഥാന നേതാക്കൾ
നേതാക്കൾ, സുരേഷ് ഗോപി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ, അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കൾ, ദേശീയ നേതാക്കൾ, പ്രധാനമന്ത്രി അടക്കമുള്ള ദേശീയ നേതാക്കൾ എല്ലാം തന്നെ ഒരുമിച്ച് പങ്കുചേർന്നുകൊണ്ടുള്ള ഏകദേശം 1,00,000-ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റോഡ് ഷോയാണ് നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ സമാനമായ പാലക്കാടും അത്തരത്തിൽ 12 NDA സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഒന്നിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ എല്ലാ നേതാക്കന്മാരെയും ഒന്നിപ്പിച്ചുകൊണ്ടുള്ള, ആ ശക്തി കാണിച്ചുകൊണ്ടുള്ള, ആവേശത്തോടെയുള്ള ആ ഒരു റോഡ് ഷോ തന്നെയായിരിക്കും പാലക്കാടും ഉണ്ടാവുക. അതിന് സമാനമായി തന്നെ തൃശ്ശൂരിലും ഉണ്ടാകും. ഇന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ സുരേഷ് ഗോപിയാണ് പോകുക. സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് പ്രധാനമന്ത്രിയെ ഹെലികോപ്റ്ററിൽ എത്തുമ്പോൾ സ്വീകരിക്കാൻ പോകുക. അവിടെ നിന്ന് വാഹനം വഴി ഇങ്ങോട്ടേക്ക് എത്തുന്നു, ജില്ലാ ആശുപത്രിയിൽ എത്തുന്നു. അവിടെ നിന്ന് തുറന്ന ജീപ്പിൽ കയറി പ്രധാനമന്ത്രി ഈ ഒരു റോഡ് ഷോ ആരംഭിക്കും. ജില്ലാ ആശുപത്രിയുടെ അവിടെ നിന്നും ആരംഭിച്ചാൽ പിന്നീട് ഇത് ബിനി, അതായത് ഈ പ്രസ് ക്ലബിന് അപ്പുറത്തുള്ള ബിനി ഹെറിറ്റേജിന്റെ അവിടെയായിരിക്കും ഈ ഒരു റോഡ് ഷോ അവസാനിക്കുക. അത്തരത്തിലാണ് ഇവിടെ ഇപ്പോൾ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല സുരക്ഷാ ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ തന്നെ രാവിലെ മുതൽ തന്നെ കാണാൻ സാധിക്കും. വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളുണ്ട്. കാരണം നമുക്കറിയാം, ഈ പശ്ചിമേഷ്യൻ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ പ്രധാനമന്ത്രിയുടെ അടക്കം സുരക്ഷ വർദ്ധിപ്പിച്ച ഒരു സാഹചര്യമുണ്ട്.